ചായ. സത്യടാ, പ്രസിഡന്റ് വിളിച്ചിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്തേ? സത്യനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. സ്റ്റേഷനിൽ എപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിച്ചു. ആർച്ചേ, ഞാനൊരു പോലീസുകാരനാണ്. ഞാൻ സ്റ്റേഷനിൽ എപ്പോഴുണ്ടായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ പല ആവശ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാ. അല്ല, നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ ഒരു പണിയില്ലായിരിക്കുന്ന ആളല്ല. സത്യട്ടാ, ഏതോ കേസിന്റെ കാര്യമാണെന്നാ പറഞ്ഞത്. പ്രസിഡന്റ് വേണ്ടപ്പെട്ട ആരുടെയോ കേസാ. അതേത് കേസ്? കേസ് എന്താന്ന് പറഞ്ഞില്ല, ഒരു ബാബുവിന്റെ കേസാന്നാ പറഞ്ഞത്. അയാൾക്കെതിരെ ആരോ സ്റ്റേഷനിൽ പരാതി കൊടുത്തുവന്ന്. ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കൊടുക്കാം. ആർച്ചേ, ഈ ബാബു എന്ന് പറയുന്നവനെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ, ഇടിച്ചവന്റെ നട്ടല് ഞാൻ ഊരിയെടുക്കും. എന്താ അവന്റെ പേരിലുള്ള കേസ് എന്നറിയാമോ? ലേഡീസ് ഹോസ്റ്റലിന്റെ പുറകു വശത്തുള്ള റോഡിൽ പോയി നിന്ന് അവിടെയുള്ള സ്ത്രീകളെ നോക്കി മോശമായിട്ട് ആംഗ്യം കാണിക്കുക, തെറി വിളിക്കുക, മുണ്ടുമൊക്കെ കാണിച്ചു എന്ന് പറയാൻ പരാതിയുണ്ട്. അവനെന്റെ കൈ കിട്ടിയാണ്ടല്ലോ, അവനെ ചവിട്ടിക്കൂട്ടി ഞാൻ റൊട്ടിയാക്കും. 3 ദിവസമായി അവനോട് ഞാൻ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് 5 മണിക്കകത്ത് വന്നില്ല, അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. സത്യത്തെ പ്രസിഡന്റ് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്താ പറയല്ല, പ്രവർത്തിച്ചാ കാണിക്കേണ്ടത്. ഹലോ, പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്തോ കുഴപ്പം പിടിച്ച കേസാന്നാ പറഞ്ഞേ. ഇന്ന് വൈകുന്നേരത്തിന് സത്യേണ്ണ ചെന്ന് കാണണമെന്നും പറഞ്ഞു. സ്റ്റേഷനിൽ എന്നെ കാണാൻ വരാൻ പറഞ്ഞത് എന്റെ പെങ്ങൾക്ക് കല്യാണം ആലോചിക്കാനല്ല. നീ ഫോണിൽ തന്നെ. എടോ പ്രസിഡന്റ്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയുള്ള അലവലാദികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനായിട്ട്? ഇത്രയും സംസ്കാരമില്ലാത്ത ആളാണ് പ്രസിഡന്റ് എന്ന് പറയാൻ എനിക്ക് നാണമുണ്ട് കേട്ടാ. മോശമായി പോയി, മോശം. നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ അല്ലടോ വിചാരിച്ച പ്രസിഡന്റ്. ഫോൺ കിട്ടുന്നേ പ്രസിഡന്റ്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സത്യട്ടാ, ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഈ ബാബുവിനെ പോലുള്ള അലവലാദികൾക്ക് വേണ്ടി വക്കാലത്ത് പറയണവരോട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റൂ? പിന്നെ ഒരു കാര്യം പറയുക, ഇനി ഇതിന്റെ പേരും പറയും നിന്റെ പ്രസിഡന്റ് എങ്ങനെ എന്നെ വിളിച്ചാ അയാൾ ഇടി വാങ്ങിക്കും. ഇതെന്തൊരു സ്വഭാവ സത്യേട്ടാ. ഞാൻ ഇനി പ്രസിഡന്റിനോട് എന്ത് പറയും? ഒരാളോട് സംസാരിക്കുമ്പോ അതിന്റെ അന്തസ് വേണം. അതെങ്ങനെയാ? ബോധം വേണ്ടേ? ആർച്ചേ, ബോധമില്ലാത്തതേ എനിക്കല്ല, നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്നെ പോലൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു നാണം കെട്ട കേസിലെ പ്രതിയെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ അയക്കാൻ എങ്ങനെ ധൈര്യം വന്നടി? എന്നിട്ട് ഞാനത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുറ്റക്കാരൻ. സത്യം, എന്തൊക്കെ പറഞ്ഞാലും ആളുകളെ സംസാരിക്കുന്നതിന് ഒരു അന്തസ്സൊക്കെ ഉണ്ട്. ഒന്നുമില്ല, അയാളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, ഇവിടുത്തെ വെറും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യണം, അയാളുടെ വിലയ്ക്ക് നിലയ്ക്ക് നിൽക്കണം. അല്ലാതെ ഈ ബാബുവിനെ പോലുള്ള അലവലാദികളുടെ കേസിൽ ഇടപെടുകയല്ല വേണ്ടത്. പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വലിയ സംഭവമൊന്നുമല്ല, ഇതിനേക്കാളും വലിയ ആളുകളെ ദിവസം കാണുന്ന ആളായി ഞാൻ. ആരൊക്കെയാണോ ആളുകള്? ആർച്ചെ, നിനക്കറിയില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ദിവസവും എന്തോരം വലിയ ആൾക്കാരുമായിട്ട് ഇടപെടണമെന്നുള്ളത്? എനിക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, അംബാനി, അമിതാഭ് ബച്ചൻ എന്നിവരൊക്കെ ആയിട്ടാണല്ലോ ഡെയിലി ഇടപാട്. സത്യട്ടാ, ഒരു SI എന്ന് പറഞ്ഞാൽ വലിയ ആനയൊന്നും അല്ല, ഒരു SI അത്രേ ഉള്ളൂ. ആനയല്ലടി, കുതിര കുതിര. ഈശ്വര, SP സാറ് ഇങ്ങനെയിപ്പോ എന്തിനാ ഇങ്ങോട്ട് വിളിക്കണേ? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ആ കോൾ അറ്റൻഡ് ചെയ്ത് അയാളോട് ചോദിച്ചു. ഇനിയിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങാനും വിളിച്ചിട്ട് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടാവും. പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലേ നന്നായി പോയി. അല്ലെങ്കിൽ പോലീസുകാർ മോശമായിട്ട് പെരുമാറിയ മേലുദ്യോഗസ്ഥന്മാരോടാണല്ലോ പരാതി പറയേണ്ടത്. സാർ, അതെ സാർ, സത്യപാലനാണ്. സാർ, CI സാർ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെന്താ സാർ, സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വിടാം. എൻ്റെ അഡ്രസ്സ് CI സാറിന് കൊടുത്തിട്ടുണ്ട് സാർ. സാറൊന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. ഓക്കെ സാർ, താങ്ക് യു. എന്തു പറ്റി? എന്ത് പറ്റാൻ? നീ എന്താ പറഞ്ഞത്? എനിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധമില്ലാന്ന് അല്ലേ? SP സാർ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് എന്നെ വിളിച്ചത്. എന്താ കാര്യം? SP സാറിൻ്റെ അനിയൻ ദേവൻ സാർ നാളെ ഇവിടെ ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. CI സാർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നു പോകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ കൂടെ ഉണ്ടാവണമെന്ന്. ഇപ്പം മനസ്സിലായ സത്യപാലൻ SI ആരാണെന്ന്? ഇത്ര വലിയ കാര്യമൊന്നും അല്ല. എല്ലാ പോലീസുകാരും ഇങ്ങനെയൊക്കെ തന്നെയാ. മേലുദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ വരുമ്പോ കീഴുദ്യോഗസ്ഥന്മാരെ വിളിക്കും, അവരുടെ പെട്ടി ഒമക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ ആയിട്ട്. അത്രയല്ലേ ഉള്ളൂ. ഇതിൽ ഇത്ര വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. എന്നാലേ
ഇത് പെട്ടി പിടിക്കാനും വണ്ടി ഓടിക്കാനൊന്നും അല്ല. അദ്ദേഹം അവിടുന്ന് വന്ന് പോകുന്നത് വരെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വിശ്വസ്തനായ ഒരാൾ വേണമെന്ന്. SP സാറിന് വിശ്വാസമുള്ള ആള് ഞാനാണെന്ന്. അതാണ് കേട്ടോ ഉണ്ണിയാർച്ചേ. നമസ്കാരം സാറേ. നമസ്കാരം. മെമ്പറല്ലേ ഇവിടെ? പഞ്ചായത്തിലെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇനി മെമ്പർ ആർച്ചയെ കാണാൻ നിൽക്കണ്ട. അവൾ വിചാരിച്ചാൽ ഈ പഞ്ചായത്തിൽ ഒരു കാര്യവും നടക്കില്ല. അതിനാ സാറേ? പവിത്ര, കാലത്തെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചിരുന്നു. അയാൾക്കിട്ട് ഞാൻ 4 ഡോസ് അങ്ങ് കൊടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. എന്നെ കാര്യമാണ്. എൻ്റെ പവിത്ര, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ വകതിരിവ് വേണ്ടേ? പിന്നെ സ്ഥലം SA ആയി എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യം അയാൾ പറഞ്ഞ. എന്താ പവിത്ര? അല്ല, ഞാൻ പഞ്ചായത്തിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന സാറ് പറയുന്നത്. അതൊക്കെ സാറിന്റെ ഓരോ ആഗ്രഹങ്ങൾ. ഒരു പഞ്ചായത്ത് മെമ്പറുടെ വില എന്താണെന്ന് ഏമാൻ അറിയില്ല. SP സാറിന്റെ അനിയന്റെ പെട്ടി ചുമക്കാൻ നടക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പവിത്ര. SP അനിയനോ? അല്ല, നിങ്ങൾ എന്നെ അവിടെ ഇവിടെയും തൊടാതെ വർത്താനം പറയുന്നത്. എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. പവിത്ര, എന്തോ നിനക്ക് ഈ SP എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? പിന്നെ എനിക്കറിയത്തില്ലേ? ഇളയുന്നില്ല എന്നുള്ള പാട്ടൊക്കെ പാടി പുള്ളിയല്ലേ? എന്റെ പവിത്ര, അത് SP ബാലസുബ്രഹ്മണ്യം. ഇത് അതല്ല, ഇത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് SP. ഓ, ആ SP. അതായത് നമ്മുടെ ജില്ലയിലെ എല്ലാ പോലീസുകാരുടെയും ചുമതല വഹിക്കുന്ന ആൾ. അങ്ങനെയുള്ളൊരു SP അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് സഹായം ചോദിക്കുന്നത് ഒരു SIയോടാണെങ്കിൽ ആ SI ആരായിരിക്കും? ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനും സമർത്ഥനുമായ ഒരാളായിരിക്കണ്ടേ? വേണ്ടേ? വേണോ? വേണം. എന്നാ വേണോ? ഇവിടെ വേറെ പോലീസുകാരില്ലാത്തോണ്ടല്ല പവിത്ര SP സാർ എന്നോട് സഹായം ചോദിച്ചത്. ഓ, ആ മിടുക്കനായ SI സാറിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. എന്ത് സഹായമായിരുന്നു? അതെ പവിത്ര, ഞാൻ പറയാം. SP-യുടെ അനിയൻ ദേവൻ എന്തോ ഒരു ആവശ്യത്തിന് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അയാളെ സ്ഥലം കാണിച്ചു കൊടുക്കാനും അയാളുടെ പെട്ടി ചുമക്കാനും ഒരാളെ ആവശ്യമുണ്ട്. ആ ജോലിയാ ഇന്ന് SI ഏമാന്. മാങ്ങാ തൊലി. പവിത്ര, അസൂയക്കാരിങ്ങനെ പലതും പറയും. അതായത് ഒരു സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ ഒരാൾ ഇവിടെ വരുമ്പോൾ ആ പ്രദേശത്തെ എല്ലാം അറിയാവുന്ന മിടുക്കനും സമർത്ഥനുമായ ഒരു ആൾ തന്നെ വേണം തൻ്റെ അനിയനെ നോക്കാനെന്ന് SP സാറിന് അതറിയാം. അതുകൊണ്ട് ആ ദൗത്യം എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഓ, ചുരുക്കം പറഞ്ഞാൽ ഈ SP-യുടെ അനിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലേ സംഭവം? അതെ അതെ അതെ, വളരെ സന്തോഷമുണ്ട്. ഇനി ഞാൻ വന്ന കാര്യം പറയട്ടെ. മെമ്പർ, ഈ പഞ്ചായത്തിന് ഈ ആടിനും പശുവിനൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. എനിക്ക് എങ്ങനെയും ഒന്ന് സെറ്റപ്പ് ആക്കി തരണം. കാരണം വീട്ടിൽ ആള് കൂടി, ഇപ്പൊ ചെലവ് കൂടി. ഇനി എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാ. സഹായമൊക്കെ തരാം. ഒരു അപേക്ഷ എഴുതി ആദ്യം ഓഫീസിൽ കൊടുക്ക്. കമ്മിറ്റി കൂടുമ്പോൾ പാസ്സാക്കിക്കോളാം. സന്തോഷം. നീ ഒരു അപേക്ഷ കൊടുക്ക്. ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ഒരു പോത്തിനങ്ങ് മേടിച്ച് വളർത്തും. എനിക്കൊരു പോത്ത് സ്വന്തമായിട്ടുണ്ടല്ലോ. അതിന് വച്ചുണ്ടാക്കി കൊടുത്ത് ഞാൻ മടുത്തു. ഇനി ഒരു അഡീഷണൽ പോത്തിനും കൂടെ ഞാൻ താങ്ങൂല. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയും. പവിത്രം വന്ന കാര്യം നടന്നില്ലേ? നടന്നു. പോവാൻ നോക്ക്. ശരി, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഏതായാലും നമ്മുടെ SP സാറിന് അനിയും വരുമ്പോൾ ഞാനും തിരക്കിന്ന് പറയും. എന്തിന്? വെറുതെ ഒരു രസം. പുള്ളി കിടക്കട്ടെ. ഈ കഴുതകൾക്കൊന്നും എന്റെ വില അറിയില്ല. അയ്യോ അയ്യോ അമ്മേ, സഹിക്കാൻ പറ്റുന്നില്ല ചായ. ചായ ചൂടെടുക്കുന്നില്ലേ? ചൂടൊക്കെ എടുക്കുന്നുണ്ട്. ഞാനൊരു ഐഡിയ പറയട്ടെ. 2 ദിവസം ലീവ് എടുക്ക്, നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ നാട് പിന്നെ ഹിമാലയത്തിലാണല്ലോ. എടീ, കേരളം മൊത്തം ചൂടാ. അതല്ലേ ഈ ചായ, അവിടെ ആവുമ്പോ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലേ? അത് ശരിയാണല്ലോ. അപ്പച്ചനും അമ്മച്ചയും കൂടെ നിന്റെ 2 സൈഡിൽ നിന്ന് വെഞ്ചാമരം വെച്ച് വീശി തരും. അപ്പൊ നിനക്ക് ചൂട് അനുഭവപ്പെടില്ല. ഇത് ഇച്ചായ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ ആവുമ്പോ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഇതാകുമ്പോ ഇച്ചായം പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഊമയെ പോലെ ഇരിക്കണം. അതിന്റെ ഇടയ്ക്ക് ചൂടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. എടി, നീ ഒന്നുമില്ലെങ്കിലും വീട്ടിലല്ലേ ഇരിക്കുന്നത്. ഈ സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരുടെ കാര്യം ഒന്നും അന്വേഷിക്കുന്ന എന്റെ പരിപാടിയല്ല കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം ഒന്നും അന്വേഷിക്കാത്ത നല്ല കുട്ടി. അതെ, എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സ്വാർത്ഥ. അങ്ങനെ തന്നെ. ഇതായിരുന്നു മനസ്സിലായോ? അതാ കോന്ത്. അല്ല, അവൻ തന്നെ. സാറേ നമസ്കാരം. പവിത്രൻ. ഞാൻ വിചാരിച്ചേ ഉള്ളൂ. എന്താ രാവിലെ? ഒന്നും പറയണ്ട, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ആ മെമ്പറുടെ അടുത്ത് വരെ ഒന്ന് ചെന്നാ. അവരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നിന്നില്ല. എല്ലാം ഇങ്ങോട്ട് പറയുക. അവസാനം പട്ടി അതൊക്കെ ഓട്ട് വരുന്ന പോലെ തിരിച്ചിങ്ങ് കൊണ്ടുവന്നു. എന്തുപറ്റി? അവർ ഇപ്പോഴും വഴക്കാണോ? ഓ,
അതെപ്പോഴാ ഇല്ലാത്തത്? അതെല്ലാ ദിവസവും കൃത്യമായ രീതിയിൽ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് അവിടെ. ഇന്നെന്താ വഴക്കിന് കാരണം? ചെടി എന്താടി അവര് തമ്മിൽ വഴക്കുണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ നീ അന്വേഷിക്കുന്നത് എന്തിനാ? മോശമാണ് അലിസേ. എന്തു വെച്ചായത്? എന്ത് മോശം? നമ്മൾ അയൽവക്കത്ത് താമസിക്കുന്നവരെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി നമ്മളല്ലേ നോക്കേണ്ടത്? ഒന്നും മിണ്ടായിരിക്കും. അയ്യയ്യയ്യയ്യേ. എന്തായിരുന്നു ഇന്നത്തെ കാര്യം? എനിക്ക് മനസ്സിലായത് 2 കാര്യങ്ങളാണ്. അത് പറയാൻ ഒരുത്തനും. ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ സത്യപാലൻ സാറ് തെറി വിളിച്ചു. ആഹാ. രണ്ടാമത്തെ ഇവിടെ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് SP-യുടെ അനിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ചേട്ടാ വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് വല്ല ബന്ധവും വേണോ? അല്ല SP-യുടെ അനിയൻ എന്തിനാ സത്യപാലൻ സാറിനെ കാണാൻ വരുന്നേ? ഒന്നും കേൾക്കണ്ട, ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു വെച്ചിപ്പോ അത് കേൾക്കണം സാറിന്. അല്ല അത് നേരത്തെ കാര്യം ഗോസിപ്പായിരുന്നല്ലോ, ഇത് അതുപോലെ അല്ലല്ലോ. ഇതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. ഇത് ഇവിടെ വേണ്ട, ഇവിടെ പറ. അത് എന്നെ സംഭവം എന്ന് അറിയത്തില്ല. പുള്ളി എന്തോ അത്യാവശ്യത്തിന് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി SP തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. എന്നതാണേലും ഇപ്പൊ SP വിളിച്ച് എന്റെ ജാതകം പറഞ്ഞു നടക്കുക സത്യപാലൻ സാർ. സാർ ഈ SP-യുടെ അനിയൻ എന്നൊക്കെ പറയുന്നത് വലിയ ആളാണോ? പോലീസുകാർക്ക് വലിയ ആളായിരിക്കും. അതായിരിക്കും. എന്നാണേലും രണ്ടുപേരെ തർക്കം കാരണം ഞാൻ വന്ന കാര്യം അങ്ങ് മുടങ്ങി. പിന്നെ സാറിനെയൊക്കെ ഒന്ന് കണ്ടേച്ച് പോകല്ലെന്ന് ഓർത്ത് കയറിയെന്നുള്ളൂ. ശരി എന്നാ. ശരി സാർ, ഞാനും ഇറങ്ങിക്കോ. ശരി. പിന്നെ എന്തിനായിരിക്കും സത്യപാലൻ സാറ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ചീത്ത വിളിച്ചത്? അത് ഞാനും ആലോചിക്കുന്നേ. സാറ് അങ്ങനെ വലിയൊരു കുഴപ്പക്കാരനാണെങ്കിലും അങ്ങനെ ആരും അങ്ങനെ തെറി വിളിക്കാത്തതാ. അഥവാ സാറിനി അങ്ങനെ ഒരാളെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യമായിരിക്കും. ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. അതെ, ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് എത്ര പ്രായം വരും? പുള്ളിക്കൊരു 45 വയസ്സ് വരുമായിരിക്കും. 45 വയസ്സ്. ആളെങ്ങനെയാ? അല്ല, സ്വഭാവം എങ്ങനെയാന്ന്? അങ്ങനെ ഞാനോർത്ത് ഇല്ല, കുഴപ്പമില്ല. പുറമെ ഒരു നല്ല യോഗ്യനാ പുള്ളി. ആണല്ലേ? എന്തായിരുന്നു? ഇനിയിപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ആർച്ചയും തമ്മിൽ എന്തെങ്കിലും? അതല്ല പവിത്ര, ഇവര് എപ്പോഴും ഒരുമിച്ചായിരിക്കുമല്ലോ. അങ്ങനെ അപ്പൊ മനുഷ്യരുടെ മനസ്സല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു നിമിഷം മതി ചാഞ്ചല്യപ്പെടാൻ. നീ അതാണോ കാര്യം? ശരി കേട്ടാ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അയ്യോ എടേ ആലിസ്, സഞ്ജു ലോകകപ്പ് ടീമില്. അത് പിന്നെ വായിക്കാം. പിന്നെ ഇവര് തമ്മിലുള്ള വഴക്കില്ലേ ഈ ഉണ്ണിയാർച്ചയെ സത്യപാലൻ സാറോടുള്ള, അത് ചുമ്മാതല്ലെന്നാ പവിത്രം പറയുന്നത്. എന്റെ ഇച്ഛായ, ഈ സത്യപാലൻ സാറ് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ തക്കതായിട്ടുള്ള കാരണം ഉണ്ട്. ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട് ഇച്ചായ, ഈ ഉണ്ണിയാർച്ച ഉണ്ടല്ലോ 24 മണിക്കൂറും ഈ പഞ്ചായത്തിൽ ഓരോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ തെണ്ട് നടക്കുകയല്ലേ. അതും ആരുടെ കൂടെ? ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ. ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? അതിലുള്ള ദേഷ്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിനെന്തിനാടി ദേഷ്യപ്പെടുന്നേ? എടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ നടക്കുന്നതിൽ എന്താടി പ്രശ്നം? എന്താ പ്രശ്നം? ഒന്നും അറിയാത്ത പോലെ. എന്റെ ഇച്ഛായ, സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഇങ്ങനെ നാട് നീളെ തെണ്ട് നടക്കുന്ന ആർക്കാ ഇഷ്ടാവുന്നത്? എന്റെ ആലീസെ, നീ എല്ലാം ഒരു കണ്ണിലൂടെ കാണല്ലേ. അവര് സഹപ്രവർത്തകരല്ലേ, അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അവർ ചെയ്യുന്നത് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി ഇറങ്ങുമ്പം അവർ 1 അല്ല 2 അല്ല 3 അല്ല 4 പേരും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും. ഇച്ചായൻ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മട്ടും ഭാവവും പൊങ്ങച്ചൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. നിനക്ക് പിടിക്കുന്നില്ലെങ്കിൽ നീ അങ്ങോട്ട് നോക്കണ്ട. എങ്ങനെ നോക്കാതിരിക്കും? 24 മണിക്കൂറും ആ മതിൽ തൂങ്ങി ഇങ്ങനെ കിടപ്പല്ലേ. നീ എപ്പോഴും ഈ മതിൽ തൂങ്ങി കിടക്കുന്നു എന്ന് പറയാതെ അവർ മതിലിന്റെ അവിടെ നിൽക്കല്ലേ. നിക്കുവല്ലേ, എനിക്ക് തൂങ്ങി കിടക്കണായിട്ടാ തോന്നണത്. കഷ്ടമാണ്. എന്ത് കഷ്ടം? ഇനിയിപ്പതേ വേറൊരാള് വരുന്നുണ്ട്, SP-യുടെ അനിയൻ. ഇനി അതിന്റെ പേരിലായിരിക്കും പൊങ്ങച്ചം പറയാൻ തുടങ്ങുന്നത്. ചുമ്മാ ഇരിക്കടേ ആലീസായി. എന്നാ വർത്താനായി? SP-യുടെ അനിയൻ വരുന്നതിൽ എന്തിനാടി പൊങ്ങച്ചം? അവരുടെ സ്വഭാവം അങ്ങനെയല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് ആളാവും നോക്കും, അതൊക്കെ അവർ ചെയ്യും. ആലിസേ, കണ്ട ഇതാ ഞാൻ പറഞ്ഞത്. ഇച്ചായൻ ഇനിയെങ്കിലും സമ്മതിക്ക്. എന്നാ? ഞാൻ അവരെ മനസ്സിലാക്കിയെടുത്തോളം ഇച്ചായൻ അവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നൊരു കാര്യം, ഈ ആലീസ് ആണ് പറയുന്നത്. ഒരു ദിവസം അറിയാത്ത ഭാവത്തില് ഞാൻ നല്ല തിളച്ച ചൂടുവെള്ളം അവരുടെ മുഖത്തൊഴിക്കും. ഉറപ്പ്. ക്രിമിനലോ? അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ സാധനം തന്നെ. ആലിസേ, ഡോക്ടറില്ലേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
അയ്യോ SP-യുടെ അനിയൻ വരുന്ന കാര്യമല്ലേ? അറിഞ്ഞു. അതെ, അതെങ്ങനെ അറിഞ്ഞു? വരുന്നത് SP-യുടെ അനിയനല്ലേ, എങ്ങനെ അറിയാതിരിക്കും? ആ പവിത്ര അതുവഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഡോക്ടറെ, ആ ഇന്ന് ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. സെക്രട്ടറിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഒന്നും ചോദിക്കാതിരിക്കരുത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. കമ്മിറ്റിയിൽ വരുമ്പോ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. ഉണ്ണിയാർച്ച ഉള്ളതൊരു ഭാഗ്യമായിട്ടാ. ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഞാൻ കത്തെഴുതി മടുത്തേനെ. താങ്ക്സ് കേട്ടാ. പിന്നെ പോലീസ് സൂപ്രണ്ടിന്റെ അനിയൻ വരുന്നുണ്ടെന്ന് കേട്ടു. ആഹാ, ദേവൻ എന്നാ പേര്. ഇവിടെ എന്തോ ആവശ്യത്തിന് വരുന്നതാ. അപ്പൊ ഒരു ലോക്കൽ സപ്പോർട്ട് വേണമല്ലോ. അതിന് സത്യേട്ടനെ വിളിച്ചതാ. ശരി ഡോക്ടർ. ഒരാടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അടിക്കുന്നതന്നെ അടിച്ചത് എന്താന്ന് മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. അസുഖം തന്നെ. ലോകവേനയാണല്ലോ അവള്. ആർച്ചേ, ദേവൻ വരാറായിട്ടുണ്ട്. അയാൾക്ക് കുടിക്കാൻ എന്താണ് കൊടുക്കുന്നത്? വേണ്ട, സാധാരണ ആളെ പോലെ അല്ല അയാള്, അറിയാലോ. അയാൾക്ക് എന്താ കൊമ്പുണ്ടോ? ആർച്ചേ, ദേവൻ SP-യുടെ അനിയനാണ്. SP-യുടെ അനിയനല്ലേ? SP ഒന്നും അല്ലല്ലോ. ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ കൊടുക്കും. പോരെങ്കിൽ ഒരു നാരങ്ങ വെള്ളം, അതേ ഇവിടെ ഉള്ളൂ. ചായയോ കാപ്പിയോ മതി. പക്ഷെ നീ എന്നും ഇവിടെ എനിക്കുണ്ടാക്കി തരുന്ന പോലത്തെ വാട്ട ചായ ആവരുത്. പിന്നെ ഈ ഇവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ട് ഇനി അയാൾ പോയി പുറത്ത് പറയരുത് SIയുടെ വീട്ടിൽ നിന്ന് കുടിച്ച ചായ വായു വെച്ച് കുടിക്കാൻ കൊള്ളാന്ന്. എൻ്റെ വില കളയരുത്. ഇത് ഹോട്ടലൊന്നും അല്ല, വീടാ. ഇവിടെ എന്നും ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കാനേ പറ്റൂ. പോരെങ്കിലും പോകുന്ന വഴിക്ക് ഏതെങ്കിലും ചായക്കടയിൽ കയറണം. അവിടെ നല്ല ബെസ്റ്റ് ചായ കിട്ടും. പിന്നെ ആർച്ചേ, ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ്. ദേവം വരുമ്പോൾ നിന്റെ സംസാരം നീ ഒന്ന് ശ്രദ്ധിക്കണം. പതിവായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ നിനക്കൊരു പരിഹാസമുണ്ട്. അതൊന്നും വേണ്ട. ഈ SI സത്യപാലൻ്റെ ഭാര്യ ഒരു അഹങ്കാരിയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അയാൾ വരുന്നൊന്നും പറഞ്ഞോണ്ട് എന്റെ സംസാരം ഇതൊന്നും മാറ്റാൻ എനിക്ക് പറ്റില്ല. എന്നാൽ നീ വിവരം അറിയും. അയാൾ എങ്ങാനും പോയി SP-യുടെ അടുത്ത് ഒരു പരാതി പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ പേര് പോവും. പിന്നെ ഇപ്പൊ ഭയങ്കര പേരാണല്ലോ. അത് ദേവം വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത ഉത്തരവാദിത്വം SP സാറ് എന്നെ ഏൽപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് ദേവം പറയും. അപ്പം നിനക്ക് എന്നോടുള്ള ഈ പുച്ഛം അങ്ങ് മാറും. പറയുന്നത് കേട്ടാ തോന്നും SP ഏതോ പ്രമാദമായ കേസാണ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. അയാളുടെ അനിയനെ എസ്കോട്ട് പോവാനല്ലേ, അത്രയല്ലേ ഉള്ളൂ. അതെ, ദേവനാണ് വന്നിട്ടുള്ളത്. പറഞ്ഞറിയാലോ, എന്നെ എങ്ങാനും നാണം കെടുത്താൻ ശ്രമിച്ചോ നീ വിവരം അറിയും കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സത്യപാലൻ സാറ്. അതെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു സാറ് പറഞ്ഞു വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുക. ചേട്ടൻ പറഞ്ഞ അത് സ്റ്റേഷനിൽ ചെല്ലാനാണ്. പിന്നെ പറഞ്ഞ് വീട്ടിൽ വന്നാൽ മതി. ഓ എന്തായാലും പറഞ്ഞു അതിരിക്കാം. ഇരിക്കാം. അതാ ഇരിക്കാണ് സമയമല്ല, പോയിട്ട് കാര്യങ്ങളുള്ളതാ. അതൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ വീട് വരെ വന്നിട്ടൊരു ചായ പോലും കുടിക്കാതെ പോവാന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വൈഫ് ഉണ്ണിയാർച്ച, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പുള്ളിക്ക് അതൊക്കെ അറിയാമോ? എങ്ങനെ അറിയാതിരിക്കും? ഈ ജില്ലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ പുള്ളി അറിയണ്ടേ? കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? ശീലമില്ല. ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. എന്നാലും നമ്മുടെ വീട് വരെ വന്നിട്ട് ഒരു നിർബന്ധിക്കുന്നുണ്ട് ചായ ആവാം. ഒരു നിർബന്ധമില്ല, വീട്ടിൽ വന്ന സ്ഥിതിക്ക് ചോദിച്ചതേ ഉള്ളൂ. അല്ല, ചായ ആവാം. സാറിന് പിന്നെ ഞാൻ വന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാറിന് ഒട്ടും ബുദ്ധിമുട്ട്. അയ്യോ, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. പിന്നെ ഇങ്ങനെ ഈ സാറെന്ന് വിളിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ ചേട്ടാന്ന് വിളിക്കാം. അല്ല, ഇത്രയും മുതിർന്ന ഒരാളെ എങ്ങനെ നമ്മള് എന്നാ പിന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. അതാകുമ്പോ കുഴപ്പമില്ല. അയ്യോ, സത്യേട്ടന് ആരെന്ത് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാളെ കാണാൻ തന്നെ കിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ചായ എടുക്കാം. ഇരിക്കണം. ഞാനങ്ങോട്ട് പോയിട്ട് ചായ എടുക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇരിക്കാം. അതെ ആർച്ചേ, നിന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതാ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. മര്യാദ വിട്ട് ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ സത്യന്റെ പോലെ ഇങ്ങനെ വളഞ്ഞിന്ന് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിപ്പോ SP-യുടെ അനിയനല്ല, SP വന്നാലും എനിക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. ജന്മന അഹങ്കാരിയായി നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇരിക്കുന്നതേ ജില്ല ഭരിക്കുന്ന SP സാറിൻ്റെ അനിയനാണ്. അയാൾക്ക് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടോ നോക്ക്. SI എന്നെ തന്നെ സാറെന്നാ വിളിക്കുന്നത്. അങ്ങനെയാണല്ലോ വേണ്ടത്. ജില്ല ഭരിക്കുന്നതേ ചേട്ടനാ, അനിയനല്ല. അനിയനൊരു സാധാരണ പൗരനാ. അപ്പൊ സ്ഥലം SI സാറെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ നോക്ക്.
പിന്നെ ചായ കുടിച്ചിട്ട് ദേവൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിന് തർക്കുത്തരം പറയാനൊന്നും നിൽക്കണ്ട. നിനക്ക് നല്ല ചായ ഉണ്ടാക്കാറില്ലെന്ന് അത് സത്യമാണല്ലോ. അനാവശ്യമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എന്റെ വാലിക്കുന്നത് കേൾക്കും. പറഞ്ഞില്ല പക്ഷേ ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. ജോലിയൊക്കെ അങ്ങ് സ്റ്റേഷനില്, ഇത് വീടാ. ഇവിടെ ഏത് മഹാരാജാവ് വന്ന് അനാവശ്യം പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. അപ്പൊ നീ എന്റെ ജോലി കളയിച്ചിട്ട് അടങ്ങുന്നു തന്നെ അല്ലേ? തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ സത്യേട്ടാ. ദേവൻ പോയിട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കേട്ടോ. എൻ്റെ വൈഫ് നന്നായിട്ട് ചായയൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതിൽ നന്നായിട്ട് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യും. ശരി. ചെറിയൊരു ഉപദേശം കൊടുക്കാൻ വേണ്ടി പോയതാ. ഇനി എങ്ങാനും ചായ കൊണ്ടുവന്നിട്ട് സാർ അത് കുടിച്ചിട്ട് ഛേ എന്ന് പറയാൻ പാടില്ലല്ലോ. അല്ല സാറെന്തിനാ എന്നാ സാറേ എന്ന് വിളിക്കുന്നത്? പേര് വിളിച്ചാ പോരെ? അല്ല എനിക്ക് പേര് വിളിക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല അത് കുഴപ്പമില്ല സാർ, അത് പഠിക്കേണ്ട കാര്യമില്ല. എന്റെ പേര് ബാബു. ഓ ബാബു വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും അല്ലേ? CI സാർ പറഞ്ഞത് ദേവൻ എന്നാണ്. അതെനിക്കറിഞ്ഞൂടാ. ഞാൻ കുന്നിൽ ഫിനാൻസ് നടത്തുന്ന സാബുവിന്റെ അനിയൻ ബാബു. ചേട്ടൻ പ്രത്യേകം പറഞ്ഞു സാറിന് വന്ന് കാണണമെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? നീ ഏത് ബാബു എന്നാ പറഞ്ഞേ? കുന്നേൽ ബാബു. എഴുന്നേക്കണ റാസ്കല്. അപ്പൊ നീയാണ് ലേഡീസ് ഹോസ്റ്റലിലെ പെമ്പിള്ളേരെ പരാതി എന്ന അലവലാതി ബാബു അല്ലടാ? അതെ സാർ. സാറേ നമ്മള് ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെയുള്ള ചെറിയ കുസൃതിയൊക്കെ കാണിക്കും. അതിനൊക്കെ ഈ പെമ്പിള്ളർ കൊണ്ടുവന്ന് പരാതി കൊടുക്കാവുന്ന ഇതിനൊക്കെ സമയം വരൂ. ചെറ്റത്രം കാണിച്ചിട്ട് പോലീസുകാരന്റെ മുമ്പ് വന്ന് ന്യായം പറയുന്നടാ. ഇത് SP ഒന്നുമല്ല, SP യുടെ അനിയനല്ലേ ഇവൻ. ഇവൻ ആരാന്നറിയാമോ? ഇവനാണ് നിന്റെ ഓന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ വിളിച്ചു പറഞ്ഞില്ലേ ആ അലവലാതി ബാബു. സാർ തല്ലരുത്. ഇല്ലടാ നിന്നെ ഞാൻ ഉമ്മ വെക്കാടാ. സത്യേട്ടാ വീട് സത്യേട്ടാ. ആർച്ച നീ അങ്ങോട്ട് മാറിയുന്നേ. കൈവിട്ട നീ മാറിയില്ല. മാറിയിക്കാൻ ഇങ്ങോട്ട് മാറിയല്ല. ഇത് ലേഡീസ് ഹോസ്റ്റലിലെ പെമ്പിളരോട് അപമര്യാദയായിട്ട് പെരുമാറി. ഇത് പെണ്ണുങ്ങളുടെ മുമ്പിൽ മുണ്ടു കാണിച്ചു. എഴുന്നേറ്റ് കൂടെ നിൽക്കണം. കഴിഞ്ഞോ സാർ? ഇനി ഇത് എന്നെ കൊണ്ട് ഇത്രയും നേരം സാറേന്ന് വിളിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പിൽ സ്റ്റേഷനിൽ വന്ന് ഹാജരായിക്കൊള്ളണം. ഇല്ലെങ്കിൽ നീ എവിടാന്ന് വെച്ചാൽ അവിടെ വന്ന് നിന്റെ 5 മണിക്ക് ഞാൻ എത്തിയിരിക്കും സാർ.